ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എഡിറ്റബിൾ സ്പ്ലൈൻ ആണ്. ഒരു ഷേപ്പിനെ സബ് ഒബ്ജക്റ്റ് ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എഡിറ്റബിൾ സ്പ്ലൈൻ യൂസ് ചെയ്യുന്നത്. ഈ ഷേപ്സിനെ എഡിറ്റ് ചെയ്ത് മറ്റൊരു ഷേപ്പ് ആക്കി മാറ്റാനുള്ള കൺട്രോൾ പോയിന്റ്സ് നമുക്ക് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കുന്നതിലൂടെ ലഭിക്കും. വേർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ എന്നിങ്ങനെ 3 സബ് ഒബ്ജക്റ്റ് ലെവലിലാണ് നമുക്ക് ഈ എഡിറ്റബിൾ സ്പ്ലൈനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ദെൻ അതിൻ്റെ മോഡിഫൈയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ പാരാമീറ്റേഴ്സിൽ ലെങ്ത്, വിഡ്ത്ത്, കോർണർ, റേഡിയസ് അങ്ങനെ കുറച്ച് ബേസിക് പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് എഡിറ്റബിൾ സ്പ്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഉണ്ടാവും കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. അതല്ലെങ്കിൽ മോഡിഫയർ ലിസ്റ്റിൽ വരികയാണെങ്കിൽ അതിൽ എഡിറ്റ് സ്പ്ലൈൻ കാണാൻ വേണ്ടി പറ്റും. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു റെക്റ്റാങ്കിൾ കൂടെ വരയ്ക്കുന്നുണ്ട്. ക്രിയേറ്റിൽ റെക്റ്റാങ്കിൾ എടുത്ത് റെക്റ്റാങ്കിൾ കൂടെ വരച്ചു. ഇതിൽ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുത്തു. ആൻഡ് ഈ ഒരു റെക്റ്റാങ്കിളിനെ മോഡിഫയർ ലിസ്റ്റിൽ എഡിറ്റ് സ്പ്ലൈനും കൊടുത്തു. ഇനി നമ്മൾ കൺവേർട്ട് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഒന്ന് മോഡിഫൈയിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കിൾ അല്ല ഉള്ളത്, അത് അവിടെ കൺവേർട്ട് ആയിട്ട് എഡിറ്റബിൾ സ്പ്ലൈൻ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ഞാൻ എഡിറ്റ് സ്പ്ലൈൻ മോഡിഫയർ കൊടുത്ത ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഒന്ന് മോഡിഫൈയിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ റെക്റ്റാങ്കിൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ മേലെയാണ് എഡിറ്റ് സ്പ്ലൈൻ എന്നുള്ള മോഡിഫയർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ റെക്റ്റാങ്കിളിൽ വന്ന് അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല എനിക്കിപ്പം എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഈ സ്പ്ലൈന് വേണ്ടാന്നാണെങ്കിൽ അതിനെ പോയി ഡിലീറ്റ് ചെയ്യാനും ഇവിടെ സാധിക്കും. ബാക്കി ഫങ്ഷൻസ് എല്ലാം രണ്ടിലും സെയിം ആണ്. ഇനി നമ്മൾ കൺവേർട്ട് ചെയ്തതാണെങ്കിലും മോഡിഫയർ ആഡ് ചെയ്തതാണെങ്കിലും അതൊന്ന് സെലക്ട് ചെയ്ത് മോഡിഫൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എഡിറ്റബിൾ സ്പ്ലൈൻ്റെ അടുത്ത് നമുക്കൊരു ഏരോ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും: വേർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ. ഇതിൽ വേർട്ടെക്സ് എന്ന് പറയുന്നത് പോയിന്റ്സിനെയോ അല്ലെങ്കിൽ കേർവ് ടാൻജൻസിനെയോ ആണ്. ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടറ്റത്തും എപ്പോഴും ഓരോ വേർട്ടെക്സുകൾ ഉണ്ടാവും. ഈ വേർട്ടെക്സിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലാണ് നമ്മൾ വേർട്ടെക്സ് യൂസ് ചെയ്യുന്നത്. ഇനി സെഗ്മെന്റ് എന്ന് പറയുന്നത് 2 വേർട്ടെക്സിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ലൈനാണ്. സോ നമുക്ക് സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റിനെ പിക്ക് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഇനി സ്പ്ലൈൻ ആണെങ്കിൽ കണക്റ്റിംഗ് സെഗ്മെന്റ്സിന്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു സ്പ്ലൈൻ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഈ റെക്റ്റാങ്കിൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം ഒരു സ്പ്ലൈൻ ആയിരിക്കും. അതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു വേർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇത് വേർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ. അതുപോലെ നമ്മുടെ കീബോർഡിൽ ഇവിടെ കാണുന്ന നമ്പേഴ്സിൽ 1 പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേർട്ടെക്സ് ആക്റ്റീവ് ആവും, 2 പ്രസ് ചെയ്യുകയാണെങ്കിൽ സെഗ്മെന്റ് ആക്റ്റീവ് ആവും, അതേപോലെ 3 പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്പ്ലൈനും ആക്റ്റീവ് ആവും. സോ ഇതെല്ലാം വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.